ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാത്യു ചാപ്റ്റർ 22 വേഴ്സസ് 1 through 14. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി കല്യാണസദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എന്റെ മുത്താഴം ഒരുക്കി തീർന്നു, എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ചു സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രി സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കൊരുമിച്ച് കഴിഞ്ഞ 3 ദിവസങ്ങൾ ധ്യാനയോഗമായി കൂടി വരുവാൻ ദൈവം തന്ന സാവകാശനായ സ്തോത്രം. ഇടവകയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരുക്കയോഗങ്ങളായി ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവജനത്തിന് ചുറ്റും ഇരുന്ന് അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ സാമൂഹ്യ ജീവിതത്തെയും ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ശോധന ചെയ്യുവാനും തിരുത്തേണ്ടതിനെ തിരുത്തുവാനും അനുഗ്രഹീതമായി മുന്നേറുവാനും ദൈവം തമ്പുരാൻ സഹായിക്കണം. ബലഹീനനായ അടിയനോട് കൂടെ ഇരുന്ന് അടിയനെ ബലപ്പെടുത്തണം. കേൾക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് പ്രവർത്തിക്കണം. യേശുവിന്റെ ധന്യനാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആധുനിക കാല സംഭവ വികാസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും പറയുന്നു ഇത് അന്ത്യകാലമാണ് എന്ന്. അന്ത്യകാലമാണെങ്കിൽ ഇനി നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എങ്ങനെ സ്വർഗത്തിൽ പോകാം എന്നുള്ളതാണ് എന്ന് ഉറപ്പാണ്. എന്നാൽ എന്താണ് സ്വർഗം? എവിടെയാണ് സ്വർഗം? സത്യത്തിൽ അതൊരു മിസ്റ്ററിയാണ്. നാളും നാഴികയും സംബന്ധിച്ച് ദൈവപുത്രന് പോലും അറിവില്ലാതിരിക്കെ ഇത് അന്ത്യകാലമായതുകൊണ്ട് ദുരുപദേഷ്ടാക്കന്മാർ തെറ്റായ ഉപദേശങ്ങളുമായി കഴിയുമെങ്കിൽ വൃതന്മാരെ വരെ തെറ്റിക്കാൻ ആലറി പാഞ്ഞ് നടക്കുകയാണ്. പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് ആളെടുക്കുന്ന വൻ പരസ്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിക്രൂട്ടിംഗ് സെന്റേഴ്സും റിക്രൂട്ടിംഗ് ഏജന്റ്സും അവരുടെ പടുകൂറ്റൻ വശീകരണ പരസ്യങ്ങളുമായി രംഗം കൊഴിപ്പിക്കുകയാണ്. ഇന്ന് തട്ടിപ്പ് പരസ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആധ്യാത്മിക രംഗത്താണ് എന്നതാണ് വാസ്തവം. ഇത്തരം പരസ്യങ്ങളിൽ വശീകരിക്കപ്പെട്ട് അനേകർ ഇത്തരം ആളുകളുടെ പിന്നാലെ പായുന്നുമുണ്ട്. എന്നാൽ അറിയുക, പരസ്യങ്ങൾ ദുർബല മനസ്സുകളെ വശീകരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. നമുക്ക് സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് ഒരുങ്ങാം. ഒരു വിശ്വാസിയുടെ ജീവിതയാത്രയിലെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനാണ് സ്വർഗം. ദ ഫൈനൽ
ഡെസ്റ്റിനേഷൻ ഓഫ് എ ബിലീവർ. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും ഒക്കെ വളരെയധികം പറഞ്ഞു കേൾക്കുന്ന ഒരു പദമാണ്. സുവിശേഷങ്ങളിൽ തന്നെ ഇന്റർചേഞ്ചബിളായി ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവശാസ്ത്രജ്ഞന്മാർ ഇവ തമ്മിലുള്ള അർത്ഥവ്യത്യാസം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ആത്യന്തികമായി ഈ വാക്കുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. വേദപുസ്തകം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ എവിടെയാണ് സ്വർഗം, എപ്പോഴാണ് സ്വർഗം അനുഭവമാവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ടൈം ആൻഡ് സ്പേസ് സംബന്ധിച്ച് വേദപുസ്തകം തന്നെ നമ്മോട് പറയുന്ന ഒരുപാട് സൂചനകളുണ്ട്. ആക്ച്വലി നോ വൺ നോസ്, അതാണ് ഫാക്ട്. കർത്താവ് തന്നെ പാസ്റ്റ് ടെൻസിലും പ്രസന്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് സ്വർഗരാജ്യത്തെക്കുറിച്ച്. ഒരുപാട് വേദപുസ്തക റെഫറൻസുകളും ഒക്കെ ഉണ്ട്. മാത്രമല്ലല്ലോ കർത്താവ് പറഞ്ഞു സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. പിന്നീട് കർത്താവ് പറഞ്ഞു ഞാൻ വന്ന് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചു സ്വർഗരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ എന്തായാലും നമുക്കെല്ലാവർക്കും സ്വർഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അനുഭൂതിയാണ്. അതുകൊണ്ട് I would like to explain this evening what you mean by the kingdom of God, or what are the characteristics of the kingdom of God. Have you been invited? If so, what are the requirements? And what about the travel arrangements? On the basis of a beautiful imagery that Jesus had used to explain the topic, I would like to explain all these things this evening. സ്വർഗരാജ്യത്തിലെ വിരുന്നിലേക്കുള്ള ഒരു ക്ഷണമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം. മത്തായി 22:2 ഇങ്ങനെ പറയുന്നു, സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച രാജാവിനോട് സദൃശം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ മാത്രം സ്വർഗരാജ്യത്തെക്കുറിച്ച് 12-ലധികം ഉപമകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിലെ മനോഹരമായ ഒരു ഉപമയാണ് ഇത്. The kingdom of God is compared with a banquet prepared by the king in connection with the marriage of his son. ഞാൻ ഇതിനെ വിശുദ്ധ കുർബാനയോട് ഉപമിച്ച് ഈ സന്ധ്യയിൽ വ്യാഖ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സഭയും സ്വർഗരാജ്യവും തമ്മിലുള്ള ബന്ധം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഞങ്ങൾ വൈദിക സെമിനാരിയിൽ പഠിക്കുന്ന കാലത്തൊക്കെ ദൈവശാസ്ത്രം പഠിച്ചപ്പോഴൊക്കെ കാണാതെ പഠിച്ച ചില വാചകങ്ങൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ചർച്ച് ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ വിപുലീകരണമാണ്, എക്സ്റ്റൻഷനാണ് സഭ എന്ന് പറയുന്നത്. ചർച്ച് ഈസ് എ സൈൻ ആൻഡ് സാക്രമെന്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ അടയാളമാണ്, കൂദാശയാണ് സഭ എന്ന് പറയുന്നത്. ചർച്ച് ഈസ് ദ ബഡിംഗ് ഫോർത്ത് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ വിടർന്നു തുടങ്ങിയ മൊട്ടാണ് സഭ എന്ന് പറയുന്നത്. ഇഫ് സോ, we are the local unit of the kingdom of God. I would say all of us, especially you, are the Chicago local unit of the kingdom of God. നമുക്കതൊന്ന് പരിശോധിക്കാനായിട്ട് ശ്രമിക്കാം. Jesus compares the kingdom of God with a wedding banquet. That means it's a celebration. The happiest celebration of human life. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഘോഷം, ഏറ്റവും ആനന്ദദായകമായ ഒരാഘോഷം, അതാണ് വിവാഹ സദ്യ. യേശു അതിലൂടെ പറഞ്ഞു വെക്കുന്നത്, ദി എക്സ്പീരിയൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ജോയ്. വെറും ജോയ് അല്ല, ഗ്രേറ്റ് ജോയ്. ദൈവരാജ്യത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് സന്തോഷമാണ്, മഹാസന്തോഷമാണ്.
അപ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രാദേശിക യൂണിറ്റായ നമ്മുടെ ഇടവകയിലെ ഒരുമിച്ച് കൂടലുകൾ സന്തോഷകരമാവണം. സ്വർഗം എന്താണ്, എവിടെയാണ് എന്നതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിന് പകരം സഭയുമായുള്ള ബന്ധത്തിൽ, ഇടവകയുമായുള്ള ബന്ധത്തിൽ, ആ സഭയിൽ നടക്കുന്ന വിശുദ്ധ കുർബാന എന്ന വലിയ സദ്യയുമായി ബന്ധത്തിൽ ദൈവരാജ്യത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കുക, ദി എക്സ്പീരിയൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് ജോയ് ആൻഡ് ഗ്രേറ്റ് ജോയ്. നമ്മുടെ കൂടിവരവുകൾ സന്തോഷകരമാണോ? നമ്മൾ പറയുമല്ലോ, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മൾ തന്നെയാണ് സ്വർഗവും നരകവും പണിയുന്നത് എന്നാണ്. നമ്മുടെ ഒരുമിച്ച് കൂടലുകൾ മഹാസന്തോഷത്തിന്റെ അവസരങ്ങളാണെങ്കിൽ നാം കൂടി വരുന്നത് സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ നരകത്തിലാണ്, ഉറപ്പാണ്. എന്താ കാരണം? ദി എക്സ്പീരിയൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് ജോയ് ആൻഡ് ഗ്രേറ്റ് ജോയ്. എന്താണ് ഈ സന്തോഷത്തിന്റെ കാരണം എന്നറിയാമോ? ഹാവിംഗ് ദ ബാങ്ക്വറ്റ് വിത്ത് ദ കിങ് ആൻഡ് ഹിസ് ബിലവഡ് സൺ. പ്രിയപ്പെട്ടവരെ, Holy Communion is a banquet with the King and His only begotten Son. Are you excited to participate in the Holy Communion? ദൈവരാജ്യത്തിന്റെ സദ്യ എന്ന് പറയുമ്പോൾ രാജാവിനോടും അവന്റെ പുത്രനോടും കൂടെ സദ്യ കഴിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ കാര്യം. അതുകൊണ്ട് ഒരു വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ സ്വർഗരാജ്യത്തിൽ നടക്കുന്ന വലിയ വിരുന്നിന്റെ റെപ്ലിക്കയാണ്. നമ്മൾ അതിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് ഈ വലിയ ആനന്ദമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാജാവിനോടും അവന്റെ ഏക പുത്രനോടും കൂടെയാണ് നമ്മൾ ഈ സദ്യ കഴിക്കുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, 1999 നവംബർ മാസത്തിലാണല്ലോ ഞാൻ ഷിക്കാഗോയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വരുന്നത്. നവംബർ മാസം 1-ാം തീയതിയാണ് ഞാൻ ഫരീദാബാദിൽ വന്ന് ചുമതലയേൽക്കുന്നത്. ആ നവംബർ മാസം കഴിഞ്ഞ് ക്രിസ്മസ് സീസൺ ആയപ്പോൾ എനിക്ക് ഒരു കത്ത് കിട്ടി. ഞാൻ ആ കത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് അഡ്രസ് ചെയ്തിരിക്കുന്ന ദി റവറൻഡ് ഡോക്ടർ പി തോമസ്. അതിന്റെ ഫ്രം അഡ്രസ് രാഷ്ട്രപതി ഭവൻ, ന്യൂഡൽഹി എന്നാണ്. ഞാൻ വന്ന ഇൻവിറ്റേഷൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ശ്രീമതി ഉഷ നാരായണൻ request the pleasure of the company of Reverend Dr. P. Thomas to an evening of Christmas carols on Tuesday, 21st December 1999 at 5:30 hours at Rashtrapati Bhavan, New Delhi. അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ KR നാരായണനും ഉഷ നാരായണനും രാഷ്ട്രപതി ഭവനിൽ ക്രമീകരിച്ച ഒരു ക്രിസ്മസ് ഗാനസന്ധ്യയിലേക്കും ഡിന്നറിലേക്കും എന്നെ ക്ഷണിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ കത്താണ്. ദാ ഗോൾഡൻ അശോക സ്തംഭവും ഒക്കെ ഉണ്ടല്ലോ. ഈ കത്ത് കിട്ടിയപ്പോൾ ഞാൻ ആകെപ്പാടെ ഒന്ന് ഞെട്ടി. കാരണം എന്റെ പേഴ്സണൽ അഡ്രസ്സിൽ എന്നെ അഡ്രസ് ചെയ്ത് രാഷ്ട്രപതി ഭവനിലേക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒരു കത്ത്. ഞാൻ വളരെ സന്തോഷത്തോടെ രാഷ്ട്രപതി ഭവനിലെ ക്രിസ്മസ് ഗെറ്റ് ടുഗദറിന് പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ ചെന്ന് രാഷ്ട്രപതി ഭവന്റെ മുറ്റത്ത് ചെന്നപ്പോൾ മുതലുള്ള കാഴ്ചകളും അനുഭവങ്ങളും എനിക്കിന്നും വിവരിക്കാനാവാത്ത തരം അനുഭവങ്ങളായിരുന്നു. അശ്വാരൂഢന്മാരായ പട്ടാളക്കാര് ഇരുവശങ്ങളിലും നിരന്നു നിൽക്കുകയാണ്. അവരുടെ നടുവിലൂടെ വിരിച്ചിരിക്കുന്ന റെഡ് കാർപ്പറ്റിലൂടെയാണ് നടന്ന് രാഷ്ട്രപതി ഭവനിലെ വലിയ ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അതിനേക്കാൾ അത്ഭുതകരമായ കാര്യം. പ്രൈം മിനിസ്റ്റർ AB വാജ്പേയി, പിന്നെ അവിടെ ഇരിക്കുന്നത് LK അദ്വാനി, സോണിയാഗാന്ധി,
ഇന്ത്യ മഹാരാജ്യത്തെ VVIPs എല്ലാം നിരന്നിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ പോയി ഞാനും ഇരുന്നു. ഈ ക്രിസ്മസ് ഗാനം ഒക്കെ നടക്കുകയാണ്. അതിനേക്കാളൊക്കെ എന്റെ ശ്രദ്ധ ഈ വരുന്ന ആളുകളെയൊക്കെ കാണാനാണ്. പെട്ടെന്ന് ഒരു കാഹളനാദം കേട്ടു. പ്രസിഡന്റും ഭാര്യയും കൂടെ എഴുന്നള്ളുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അവരെ വരവേറ്റു. അവര് കയറി ഹാളിലേക്ക് ഇരുന്നു. പ്രോഗ്രാം നടന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഹാളിൽ എല്ലാവർക്കും ഭക്ഷണം. എന്തെല്ലാം തരം വിഭവങ്ങളാണ്. ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എന്റെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ ഈ ഓരോ VVIPയുടെ മുന്നേ പോയി നമസ്കാരം പറയുകയും അവരോടൊക്കെ ഹലോ പറയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ എന്റെ ഭാര്യ ഓടി വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, തൊട്ടുപോകരുത് തന്നെ. കാരണം ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൂടെ ഒരു ഡിന്നർ കഴിച്ചേച്ച് വന്നേക്കാണ്. എന്തോ ഒരു ഗമയായിരുന്നു എനിക്ക്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാവുന്ന ഉഴവുകാരൻ KR നാരായണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോയി ഒരു പാർട്ടിയിൽ പങ്കെടുത്ത് മടങ്ങി വന്നപ്പോൾ എനിക്ക് ഇത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതാ. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ദൈവം തമ്പുരാൻ നിന്നെ ഓരോ ഞായറാഴ്ചകളിലും ആ വലിയ കല്യാണ സദ്യയിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമുക്കുണ്ടാവേണ്ടത്. കാരണം എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും നിന്നെ വിളിക്കുന്നത് രാജാതിരാജാവിനോടും അവന്റെ പുത്രനോടും കൂടെയുള്ള സദ്യയിലേക്കാണ്. ഈ വലിയ സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിന്റെ അനുഭവം എന്താണ് എന്ന് തിരിച്ചറിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അന്നത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ് എന്റെ മനസ്സിലുണ്ട്. ഓരോ വിശുദ്ധ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഞാൻ അതിനേക്കാൾ വലിയ എക്സൈറ്റ്മെന്റോടു കൂടെയാണ്. കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ രാജാതിരാജാവായ ദൈവം തമ്പുരാനോട് ഒരുമിച്ച് യേശു കർത്താവിന്റെ മണവാട്ടിയുടെ കുഞ്ഞാടിന്റെ കല്യാണ സദ്യയിൽ പങ്കെടുക്കുന്ന മഹാസന്തോഷമാണ് ഓരോ വിശുദ്ധ ദിവസത്തിലും നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ നമ്മളിൽ മിക്ക ആളുകൾക്കും ആ എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മൾ വേദഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതായത് 22:3 കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് അവൻ ദാസന്മാരെ അയച്ചു. അത് യഹൂദന്മാരുടെ ഒരു നാട്ടാചാരമാണ്. വിവാഹ വിവരം നേരത്തെ അറിയിക്കും. വിവാഹ വിരുന്നിന് ദാസന്മാരെ അയച്ച് അവരെ ക്ഷണിക്കും. എന്റെ ക്ഷണക്കത്ത് ഒരു പ്രത്യേക ദൂതൻ വശമാണ് വീട്ടിൽ കൊടുത്തു വിടുകയായിരുന്നു. പോസ്റ്റിൽ അയക്കുകയല്ലായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഒരു ദൂതൻ വശം പാഴ്സനേജിൽ എത്തിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവർ, ഈ ക്ഷണം അന്നും ഇന്നും ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അബ്രഹാം മുതൽ ആരംഭിച്ച ആ ക്ഷണം ഇന്നും അവൻ തന്റെ ദാസന്മാരിലൂടെ തുടരുകയാണ്. എന്താണ് പറയുന്നത്? കം, യു ആർ ഇൻവൈറ്റഡ് ടു ദ ബാങ്ക്വറ്റ്. പ്രിയപ്പെട്ടവരെ, ഐ ഹാവ് ബീൻ ഇൻവൈറ്റിംഗ് പീപ്പിൾ for the last 30+ years to this banquet. I invited all of you by the grace of God for almost 3.5 years in Chicago. Come participate in this holy banquet. എന്നാൽ എന്താ സംഭവിച്ചത് നോക്കുക. അവർ ചെന്ന് പറഞ്ഞ വാചകം എന്താണ്? എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. എവ്രിതിങ് ഈസ് റെഡി. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വലിയൊരു ആശയം നമ്മെ പഠിപ്പിക്കുകയാണ്. ദ ക്യാരക്ടർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് എവ്രിതിങ് ഈസ് റെഡി. ദൈവരാജ്യത്തിൽ അപൂർണതയില്ല. എവ്രിതിങ് ഈസ് റെഡി. ചെന്ന ജോലിക്കാരെല്ലാം അവരോട് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൽ അപൂർണതയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ രാഷ്ട്രപതി ഭവനിൽ നിന്ന് കിട്ടിയ ഇൻവിറ്റേഷൻ, അതിനോടൊപ്പം ഒരു നോട്ട് അവർ വെച്ചിരുന്നു. അതിലെ ഓരോ പോയിന്റുകൾ, ഈ രാഷ്ട്രപതി ഭവനിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. 5:30 മണിക്കാണ് പ്രോഗ്രാം. പക്ഷേ നമുക്ക് കിട്ടിയ ഇൻവിറ്റേഷനിൽ ഒന്നാമത്തെ പോയിന്റ്, ഇൻവൈറ്റീസ് ആർ റിക്വസ്റ്റഡ് ടു റീച്ച് ദ വെന്യൂ ബൈ 17 hours. അതായത് 5 മണിക്ക് അവിടെ എത്തിയിരിക്കണം. നീ ചെല്ലുന്നത് രാഷ്ട്രപതി ഭവനിലാണ്. രാഷ്ട്രപതിയോട് ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയ്ക്കാണ്. 5:30 മണിക്കാണ് പ്രോഗ്രാം. പക്ഷേ യു ഹാവ് ടു ബി ദെയർ ബൈ 5 o'clock.
ദൈവരാജ്യത്തിന്റെ പ്രത്യേകത അതാണ്. നിന്നെ ഓരോ വിശുദ്ധ ദിവസങ്ങളിലും വിളിക്കുമ്പോൾ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് മാത്രം റെഡിയല്ല എന്നതാണ് പ്രശ്നം. അമേരിക്കയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണല്ലോ IST എന്ന്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് മാത്രമല്ലേ ഈ IST തിരക്കുള്ളൂ? സ്കൂളിൽ പോകാനോ ഓഫീസിൽ പോകാനോ കൾച്ചറൽ പ്രോഗ്രാമിന് പോകാനോ നമ്മൾ ആരെങ്കിലും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അന്വേഷിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ എല്ലാവരും അപ്പോൾ അമേരിക്കൻ ടൈം പ്രോംപ്റ്റായി കീപ്പ് ചെയ്യുന്ന ആളുകളാണ്, അല്ലേ? പക്ഷെ മക്കളെ സൺഡേ സ്കൂളിൽ വിടുന്ന കാര്യം പറയുമ്പോൾ, പള്ളിയിൽ പോകുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ എല്ലാവരും പറയും നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ്. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ദൈവരാജ്യത്തിൽ അപൂർണതയില്ല. എവ്രിതിങ് ഈസ് റെഡി. നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവത്തെ ഈ നാളുകളിലൊക്കെ ദൈവത്തെ 47ാമത്തെ ഇടവക ദിനം ആചരിക്കാൻ പോവാണ് ഷിക്കാഗോ മാർത്തോമ ഇടവക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദൈവരാജ്യത്തിന്റെ ലോക്കൽ യൂണിറ്റായ ഡെസ്പ്ലെയിൻസിലെ ഈ ദേവാലയത്തോടും അവിടെ നടക്കുന്ന ആരാധനകളോടും നടന്നു വന്ന ആരാധനകളോടും നമ്മൾ ഈ ദൈവരാജ്യത്തിന്റെ ടൈമിങ് കാത്ത ആളുകളാണോ? ഞാൻ പറയും, നമ്മൾ എല്ലായ്പ്പോഴും ദൈവത്തിന് ലെഫ്റ്റ് ഓവർ കൊടുക്കുന്ന ആളുകളാണ്. വി ഓൾവേസ് ട്രൈ ടു ഗിവ് ലെഫ്റ്റ് ഓവേഴ്സ് ടു ഗാഡ്. ബാക്കി സമയമുണ്ടെങ്കിൽ, ബാക്കി എല്ലാം കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ ദേവാലയത്തിൽ പോകാനുള്ള ആളുകളല്ലേ. മാത്രമല്ല എല്ലാവരോട്ട് പോവുകയുമില്ല, അല്ലേ? നമുക്കറിയാമല്ലോ, എല്ലാവരുടെയും അനുഭവം നമുക്കറിയാമല്ലോ. നമുക്ക് ഇവരെ ശ്രദ്ധിക്കാം. ദി റെസ്പോൺസസ് ഓഫ് ദി ഇൻവൈറ്റീസ്. എന്ത് തരം ഒഴിവ് കഴിവുകളാണ് ഇവർ പറഞ്ഞത് നോക്കുക. മത്തായി 22:5-6 വാക്യങ്ങൾ. അവർ അത് കൂട്ടാക്കാതെ എല്ലാവരും ഒഴിവ് കഴിവുകൾ പറയാൻ തുടങ്ങി. എന്ത് ഭയങ്കരാണ്! ദൈവരാജ്യത്തിന്റെ സദ്യയ്ക്ക് വേണ്ടി ക്ഷണിച്ചപ്പോ, രാജകുമാരന്റെ കല്യാണ സദ്യയ്ക്ക് വേണ്ടി ക്ഷണിച്ചപ്പോ, ഇത്ര മഹത്തായ ക്ഷണത്തെ ആരെങ്കിലും നിരസിക്കുമോ? എന്നാൽ ഇവിടെ ഓരോരുത്തരായി എക്സ്ക്യൂസ് പറയാൻ തുടങ്ങി. എന്തായിരുന്നു ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ദൈവരാജ്യത്തിന്റെ മൂന്നാമത്തെ ഒരു പ്രത്യേകത, ഇൻവിറ്റേഷൻ ഈസ് ഓപ്പൺ ബട്ട് ദർ ഈസ് നോ കമ്പൽഷൻ. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, ദൈവം ആരെയും കമ്പൽ ചെയ്ത് ഈ സദ്യയിൽ പങ്കെടുപ്പിക്കത്തില്ല എന്നാണ്. ദ ഇൻവിറ്റേഷൻ ഈസ് ഓപ്പൺ ഫോർ എവ്രി വൺ ബട്ട് ദർ ഈസ് നോ കമ്പൽഷൻ. അതുകൊണ്ട് എന്ത് പറ്റി? കമ്പൽഷൻ ഇല്ലാത്തതുകൊണ്ട്, മാൻഡേറ്ററി അല്ലാത്തത് കൊണ്ട് നമ്മൾ എല്ലാവരും ഒഴിവ് കഴിവുകൾ കണ്ടെത്തുന്ന ആളുകളാണ്. ഇവിടെ ആളുകൾ എന്താ ചെയ്തത് നോക്കാം. ഒരുത്തൻ തന്റെ നിലത്തിലേക്ക് പോയി എന്നാണ്. ദൈവരാജ്യത്തിന്റെ സദ്യയിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിച്ചപ്പോ, രാജകുമാരന്റെ കല്യാണ സദ്യയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചപ്പോ ഒരുത്തൻ തന്റെ നിലത്തിലേക്ക് പോയി. അഗ്രികൾച്ചറൽ മാറ്റേഴ്സ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഈ സംഭവം പറയുന്നുണ്ട്. മനോഹരമാണ് അവിടെയൊക്കെ വായിച്ചു നോക്കാൻ. ഒരുത്തൻ തന്നെ തോട്ടത്തിലേക്ക് പോയി, കാർഷിക കാര്യങ്ങൾക്ക് പോയി. ദൈവത്തെ ആരാധിക്കാനും ദൈവരാജ്യത്തിന്റെ സദ്യയിൽ പങ്കെടുക്കാനും ക്ഷണം കിട്ടിയപ്പോ ഒരു കൂട്ടം ആളുകൾ അത് നെഗ്ലക്ട് ചെയ്തതിനു ശേഷം അവർ തന്റെ നിലത്തിലേക്ക് പോയി, കാർഷിക കാര്യങ്ങൾക്ക് വേണ്ടി പോയി. മറ്റൊരു കൂട്ടർ വ്യാപാരത്തിന് പോയി, ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി പോയി. മൂന്നാമത്തെ കൂട്ടരോ കുടുംബകാര്യത്തിന് വേണ്ടി പോയി. അവിടെ എഴുതിയിരിക്കുന്ന മനോഹരമാണ്. ഇപ്പോൾ തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു, അതുകൊണ്ട് വരാൻ നിവൃത്തിയില്ല. ജസ്റ്റ് മാരീഡ്, ഡോണ്ട് ഡിസ്റ്റർബ്. ഓക്കെ. നാലാമത്തെ പ്രത്യേകത എന്താണ്? ശേഷമുള്ളവർ ദാസന്മാരെ അപമാനിച്ചു, കൊന്നുകളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ 4 തരം റെസ്പോൺസുകളും ഈ രാത്രി നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കേണ്ടതാണ്. ദൈവരാജ്യത്തിന്റെ സദ്യയിലേക്ക്, ദൈവപുത്രന്റെ കല്യാണ സദ്യയിലേക്ക് ക്ഷണിച്ചപ്പോൾ, ആത്മാർത്ഥതയോടെ ക്ഷണിച്ചപ്പോൾ, ദൈവം തമ്പുരാൻ എല്ലാം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരെയും നിർബന്ധിക്കാത്ത കാരണം അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി. എത്രയോ സമയങ്ങൾ
ഇന്ന് ഈ COVID-19 എന്ന മഹാമാരി വന്നു കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൽ പ്രവേശിക്കാനാകാതെ, ആരാധനയിൽ പങ്കെടുക്കാനാകാതെ നാളുകളായി ദുഃഖിക്കുമ്പോൾ ഇപ്പോൾ പലരും പറയുന്നു, അയ്യോ പള്ളിയിൽ ഒന്ന് പോയാ മതിയായിരുന്നു, ഒരു കുർബാന ഒന്ന് കൊണ്ടാ മതിയായിരുന്നു. മുമ്പോ എവറിഥിങ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, റൈറ്റ്? അന്ന് കിട്ടിയ അവസരങ്ങളിലെല്ലാം വിളിച്ചപ്പോ പറഞ്ഞു, നാട്ടിൽ നിന്ന് മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്ന അച്ഛന്മാര് അവരുടെ ജോലിക്ക് വേണ്ടി വിളിക്കുന്നതാണ്. നമുക്ക് രാവിലെ കൃഷിക്ക് പോകാം, നമുക്ക് നാളെ ഓൾ സ്റ്റേറ്റ് ബിസിനസ്സിന് പോകാം, നമുക്ക് നാളെ കുടുംബകാര്യത്തിന് പോകാം, പെണ്ണുകെട്ടിന് പോകാം, നമുക്ക് പെണ്ണ് കാണാൻ പോകാം, നമുക്ക് വീട് കൂതാശിക്ക് പോകാം, അല്ലേ? എന്തെല്ലാം കലാപരിപാടി കൊണ്ട് നടന്ന ആളുകളാണ് നമ്മൾ. ദൈവം എല്ലാവരെയും എന്നും അങ്ങനെ വിടുമെന്ന് വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, 4 തരം റെസ്പോൺസുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്നാമത്തെ കൂട്ടര് തങ്ങളുടെ കാർഷിക കാര്യങ്ങൾക്ക് വേണ്ടി പോയി. രണ്ടാമത്തെ കൂട്ടര് അവരുടെ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി പോയി. മൂന്നാമത്തെ കൂട്ടര് കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി പോയി. നമ്മളെയൊക്കെ ദൈവം തമ്പുരാൻ വിളിച്ച സമയങ്ങളിലെല്ലാം നമ്മളെല്ലാം ഇതിലേതെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞു പോയ ആളുകളാണ്. മറ്റൊരുപാട് കാര്യങ്ങൾ വ്യാപൃതരായി, മറ്റൊരുപാട് കാര്യങ്ങൾ എൻഗേജ്ഡായി കല്യാണ സദ്യ ഉപേക്ഷിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. 4ാമത്തെ കൂട്ടരെ ശ്രദ്ധിക്കണം. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ അപമാനിച്ചു കൊന്നുകളഞ്ഞു. ദൈവരാജ്യ സദ്യക്ക് വിളിക്കാൻ വന്നവരെ അപമാനിക്കുക, കൊല്ലുക. ആദ്യത്തെ 3 കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻഗണനയിൽ സംഭവിച്ച പിഴവാണ്. അവരുടെ ഒഴിവ് കഴിവുകൾ ഒന്നും അതിൽ തന്നെ തെറ്റല്ല. എന്നാ കാർഷിക കാര്യങ്ങൾക്ക് പോകുന്നത് തെറ്റാണോ? തെറ്റല്ല. ജീവിക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്നത് തെറ്റാണോ? തെറ്റല്ല. കുടുംബകാര്യങ്ങൾ നോക്കുന്നത് തെറ്റാണോ? തെറ്റല്ല. പക്ഷേ നിന്റെ പ്രയോറിറ്റി എന്തിനാണ് എന്നതാണ് പ്രശ്നം. മുൻഗണനയാണ് പ്രശ്നം. ദൈവരാജ്യത്തിന്റെ സദ്യക്ക് വിളിച്ചപ്പോൾ അതിന് പ്രയോറിറ്റി കൊടുക്കാതെ മറ്റു കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തതാണ് ഈ 3 കൂട്ടരുടെ പ്രശ്നം. എന്തുകൊണ്ടായിരിക്കും അവരെല്ലാം അങ്ങനെ ചെയ്തത്? അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരായതുകൊണ്ടാണ്. അവരാരും ഇപ്പോൾ രാജാവിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. അങ്ങനെയാണല്ലോ നമ്മളല്ല, അല്ലേ? നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാകുമ്പോഴാണല്ലോ ഈ കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കുന്നത്. അല്ലാത്തപ്പോ ഭയങ്കര ഭക്തിയാണ്, അല്ലേ? നമുക്ക് ബുദ്ധിമുട്ടുള്ളപ്പോ, ജോലി പ്രശ്നമുള്ളപ്പോ, രോഗപ്രശ്നമുള്ളപ്പോ, കുടുംബത്തിൽ പ്രശ്നമുള്ളപ്പോ ഭയങ്കര പ്രാർത്ഥന, ആരാധന, വലിയ താല്പര്യമാണ്. പക്ഷെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഈ 3 പേരുടെ പ്രശ്നം അവരുടെ പ്രയോറിറ്റി മാറിപ്പോകാൻ കാരണം അവര് രാജാവിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരല്ല എന്ന തോന്നലാണ്. മറ്റൊരു വിധത്തിൽ വേണമെങ്കിൽ പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ ജീവിത ഭദ്രതയല്ലാതെ പരലോകത്തെ പറ്റി ചിന്തിക്കാനോ അന്വേഷിക്കാനോ അവർ മെനക്കെടാതെ പോയി എന്നതാണ് പ്രശ്നം. ഈ ആദ്യത്തെ 3 കൂട്ടരുടെയും ഏറ്റവും വലിയ പ്രശ്നം അവിടെയായിരുന്നു. ഞാൻ വീണ്ടും ആ വാചകം ആവർത്തിക്കുകയാണ്. ഈ ലോകത്തിലെ ജീവിത ഭദ്രതയല്ലാതെ പരലോകത്തെ പറ്റി ചിന്തിക്കാനോ അന്വേഷിക്കാനോ അവർ മെനക്കെടാതെ പോയി എന്നതാണ് പ്രശ്നം. ഇത്തരം ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ദൈവിക കാര്യങ്ങളിൽ യാതൊരു താല്പര്യമില്ലാത്തവർ, കച്ചവടവും മറ്റു പരിപാടികളും കൊണ്ട് ദൈവിക ആരാധനയ്ക്ക് പകരം ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയ ഒരുപാട് ആളുകളെ എനിക്കറിയാം. പക്ഷെ ദൈവം തമ്പുരാൻ എന്ത് ചെയ്യുമെന്ന് അല്പം കഴിയുമ്പോൾ നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ കൂട്ടർ സ്വയം മിടുക്കരാണ് എന്ന് ധരിക്കുന്നവരാണ്. എന്താ അവരുടെ പ്രത്യേകത? അവർ അപമാനിക്കുക, കൊല്ലുക, ക്യാരക്ടർ അസാസിനേഷൻ, അല്ലേ? അതിനേക്കാൾ വലിയൊരു കൊലപാതകം വേറെ ഏതാ ഉള്ളേ? സ്വഭാവഹത്യ നടത്തുക. അവരാരെക്കുറിച്ചും എന്തും പറയും. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ആരോടും ബഹുമാനമില്ല, ആരെ അപമാനിക്കാൻ ഒരു മടിയില്ല. സ്വഭാവഹത്യ അവരുടെ ഹരമാണ്. അവരുടെ പ്രതിനിധികളെ വേദപുസ്തകത്തിൽ തന്നെ കാണാം. നമ്മുടെ ഇടയിൽ എത്രയോ എണ്ണത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 34 വർഷം ഈ സഭയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ച് ശുശ്രൂഷ ചെയ്തുള്ള ആളെന്ന നിലയിൽ ഈ 4 കൂട്ടരെയും ഞാൻ കണ്ടിട്ടുണ്ട്. യാതൊരു ദൈവിക താല്പര്യങ്ങളുമില്ലാതെ ദൈവിക ആരാധനയ്ക്ക് വിളിക്കുമ്പോൾ കച്ചവടത്തിനും കൃഷികാര്യങ്ങളും എസ്റ്റേറ്റ് നോക്കാനും പെണ്ണുകെട്ട് ആലോചിക്കാനും പെണ്ണ് കാണാനും കറങ്ങി നടന്ന ഒരുപാട് എണ്ണത്തിന് എനിക്കറിയാം.
മാത്രമല്ല, ചില ആളുകൾ, ഈ നാലാമത്തെ കൂട്ടർ, വിളിക്കാൻ വരുന്നവനെ അപമാനിക്കാനും നാണം കെടുത്താനും കൊല്ലാനും ഉപദ്രവിക്കാനും നടന്നവർ എത്രയോ ആളുകളുണ്ട്. നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. വേദപുസ്തകം തന്നെ എത്രയോ ഉദാഹരണങ്ങൾ. യോഹന്നാൻ സ്നാപകനെ തലവെട്ടിക്കൊന്നില്ലേ? യേശുവിനെ എന്താ ചെയ്തത്? സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നില്ലേ? യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നില്ലേ? പത്രോസിനെ തലതിരിച്ച് ക്രൂശിച്ചില്ലേ? പട്ടിക തുടരുകയാണ് നമ്മുടെ ഇടയിലും, അല്ലേ? നമുക്കും ചിലർക്ക് വീമ്പടിക്കാനുണ്ടല്ലോ. ഞാൻ റവറന്റ് ഇന്നാരെ കരയിച്ചു വിട്ടു, ഞങ്ങൾ ഇന്നാരെ നാണം കെടുത്തി വിട്ടു എന്നും വീമ്പടിച്ച് മിടുക്കരായി നടക്കുന്ന ആളുകൾ. എന്താ അവരുടെ പ്രത്യേകത? ആരോടും ബഹുമാനമില്ല, ആരോടും സ്നേഹമില്ല, ആരെക്കുറിച്ച് എന്തും പറയും. വലിയ മിടുക്കരാണ് എന്ന് തോന്നി നടക്കുന്ന ആളുകളാണ്. പക്ഷെ എന്ത് സംഭവിക്കും? 7-ാമത്തെ വാക്യം, രാജാവ് കോപിച്ചു, ആ കുലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. ഓർക്കുക, രാജഭരണത്തിൽ രാജ്യത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം രാജാവിൻ്റെതാണ്. ജനം വെറും കൈകാര്യക്കാർ മാത്രമാണ്. 24-ാം സങ്കീർത്തനം 1-ാം വാക്യം എന്താ പറയുന്നത്? ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നാം ജീവിതത്തിൽ മുൻഗണന കൊടുക്കുന്നത്? ഞാൻ വ്യക്തമായിട്ട് പറയാണ്, ഈ COVID-19 എന്ന് പറഞ്ഞ മഹാമാരി ലോകത്തെ കിടുകിട വിറപ്പിച്ചു കളഞ്ഞു. ആരാധനാലയങ്ങൾ അടഞ്ഞുപോയിട്ട് എത്ര നാളായി? ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമില്ലാതെ ദൈവിക ആരാധനയ്ക്ക് വേണ്ടി ക്ഷണിച്ചപ്പോ ക്ഷണിക്കാൻ വന്നവനെ കളിയാക്കിയും അവനെ ഉപദ്രവിച്ച് നടന്ന കൂട്ടർ. ദൈവിക ആരാധനയേക്കാൾ മറ്റൊരുപാട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നടന്ന ആളുകൾ ദൈവം ശിക്ഷിക്കും. ദൈവം തമ്പുരാൻ നമ്മളെ ചുട്ടുകളഞ്ഞില്ല, പക്ഷേ അടപ്പിച്ചു കളഞ്ഞു. ദേവാലയങ്ങളുടെ വാതിലുകൾ കൊട്ടി അടപ്പിച്ചു കളഞ്ഞു. ആരാധനയ്ക്ക് താല്പര്യമില്ലാതെ നടന്നവൻ എന്നെ നീ ആരാധിക്കണ്ട എന്ന് ദൈവം തീരുമാനിച്ചു. എന്തിനാണ് നാം ജീവിതത്തിൽ മുൻഗണന കൊടുക്കുക? എന്ത് കഷ്ടമാണ് ഇപ്പോൾ, അല്ലേ? വൈദികർ എന്ന നിലയിൽ ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്ത് ഗതികേടാണ്. ഇത്രയും നാൾ കുർബാന ചൊല്ലാൻ യാതൊരു അവസരമില്ലായിരുന്നു. ഇപ്പൊ തുടങ്ങിയപ്പോ തന്നെ എത്താണ് 20 പേര്. എന്റെ ഇടവകയിൽ 400 വീടുകളുണ്ട്. 1600-ലധികം അംഗങ്ങളുള്ള ഒരു പള്ളിയിലാണ് ഞാനിപ്പോ ശുശ്രൂഷ ചെയ്യുന്നത്. 20 പേർക്കാണ് കുർബാനയിൽ പങ്കെടുക്കാൻ അവസരം. എന്തൊരു കഷ്ടമാണ്. മറക്കരുത്, ദൈവം ശിക്ഷ ആരംഭിച്ചിരിക്കുകയാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഒരു കാര്യം വിനയത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ നിസ്സഹകരിച്ചാൽ ദൈവം പരാജയപ്പെട്ടു എന്ന് വിചാരിക്കരുത്. നമ്മുടെ പല ആളുകളുടെ ധാരണ നമ്മൾ പോയില്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി പൊളിഞ്ഞു പോകുമെന്നാണ്. 8-9 വാക്യങ്ങൾ അവൻ ദാസന്മാരോട് പറയാണ്, വിളിച്ചവരാരും യോഗ്യരായില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന മനോഹരമായ ഒരു വാക്യമാണ്, ദാസന്മാർ പെരുവഴികളിലും ഇടവഴികളിലും എല്ലാം പോയി കണ്ടവരെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ്. Now the invitation is extended to the highways and byways. Highways പെരുവഴികൾ, byways ഇടവഴികൾ. അങ്ങനെയാ വേദോസ്തം എഴുതിയത്. ദാസന്മാർ പെരുവഴികളിലും ഇടവഴികളിലും എല്ലാം പോയി എന്നാണ്. Now the invitation is extended to the highways and byways of life. They could never, by any stretch of imagination, have expected an invitation to the wedding feast. എങ്ങനെ പ്രതീക്ഷിക്കും? വഴിത്തലക്കൽ ഇരിക്കുന്നവന് രാജകുമാരന്റെ കല്യാണ സദ്യക്ക് ക്ഷണം കിട്ടുമെന്ന് ഇമാജിൻ ചെയ്യാൻ നോക്കുമോ? ഞാൻ ഓർക്കായിരുന്നു, ഈ കാർഡ് എപ്പോ എന്റെ കണ്ണിന് മുമ്പിൽ കാണുമ്പോൾ ഞാൻ ഓർക്കും, I cannot even explain my personal experience I have gone through when I received that invitation from Rashtrapati Bhavan. ഇത്രയും വർഷമായില്ല, ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചു വെച്ചേക്കാണ്. It was grace which offered
ദ ഇൻവിറ്റേഷൻ, നോട്ട് ദ മെറിറ്റ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രൗഢിയോ പാരമ്പര്യമോ അല്ല ക്ഷണത്തിന് നിദാനം. പ്രത്യുത കൃപ മാത്രമാണ്. നമ്മൾ ചെയ്തു കൂട്ടിയ എന്തോ കൊണ്ടൊന്നും അല്ല ഈ ക്ഷണം നമുക്ക് ലഭിക്കുന്നത്. എന്താ അതിന്റെ റിസൾട്ട്? 10-ാം വാക്യം, കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം അവർ കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി ദൈവം ആഗ്രഹിക്കും പോലെ നീ യോഗ്യനായില്ലെങ്കിലും വഴിത്തലക്കലിരിക്കുന്നവനെ കൊണ്ട് വിളിച്ച് സദ്യ കഴിപ്പിക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. ഇത് പ്രയോഗമാണ്. കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ്. ലൂക്കോസ് ഈ ഭാഗം പറയുമ്പോൾ 14-ാമത്തെ 21-ാം വാക്യത്തിൽ പറഞ്ഞു, ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ്. തമ്മിലുള്ള വ്യത്യാസം നോക്കുകയും മത്തായി എഴുതിയേക്കുന്നത് എന്താണ്? ദുഷ്ടന്മാരെയും നല്ലവരെയും കൊണ്ടുവന്നു. മത്തായി അവിടെ പറയുന്ന മെന്റൽ സ്റ്റാറ്റസ് ആണ്. വന്നവന്റെ എല്ലാം, ദുഷ്ടനും വന്നു, നല്ലവനും വന്നു. എന്നാൽ ലൂക്കോസ് പറയുന്നത് ഫിസിക്കൽ സ്റ്റാറ്റസ് ആണ്. ദരിദ്രൻ, അംഗഹീനൻ, കുരുടൻ, മുടന്തൻ. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, എവ്രി വൺ ഈസ് ഇൻവൈറ്റഡ്, നോ മാറ്റർ ഹൂ യു ആർ. സഭ ഒരു മിശ്രിത സമൂഹമാണ്. മറ്റൊരു ഉപമയിൽ പറയുന്നത് പോലെ എല്ലാ മീനും പിടിക്കുന്ന വലയാണ്. തൊട്ടാൽ കുത്തുന്ന കാരിയും കൂരിയും ഒരിക്കലും പിടിതരാത്തി തന്നെ നടക്കുന്ന വരാലും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഏതെല്ലാം സൈസ് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അല്ലേ? തൊട്ടാ കുത്തുന്നവൻ, തൊട്ടാ ചൊറിയുന്നവൻ, പിടിച്ച് കൈ കിട്ടാതെ ഇങ്ങനെ വഴുതി നടക്കുക, എല്ലാ സൈസും ഉണ്ട് ഇതിനകത്ത്. വേറൊരു ഉപമയെ കർത്താവ് പറയുന്ന പോലെ കോതമ്പും കളയും അവസാനം വരെ ഒരുമിച്ച് വളരും പോലെ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകുന്ന വിചാരിക്കരുത്. ഗോതമ്പും ഉണ്ട്, കളയും ഉണ്ട് കൂട്ടത്തിൽ. അവസാനം വരെ നിർത്തിയേക്കാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അവസാനം കൊയ്ത് കൂട്ടുമ്പോൾ നല്ലതിനെ കളപ്പുരയിൽ ശേഖരിക്കും, ബാക്കിയുള്ളതിനെ തീയിട്ട് ചുട്ടുകളയും. 2-ാമത്തെ ഒരു പ്രധാന വിഷയം, ആരെല്ലാം ക്ഷണം നിരസിച്ചാലും ദൈവം തന്റെ ഉദ്ദേശം നിവർത്തിച്ചിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാചകം കണ്ടോ? ദ ബാങ്ക്വറ്റ് ഹാൾ ഈസ് ഫുൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ കാലാകാലങ്ങളിലായി തന്റെ ദാസന്മാരിലൂടെ, അവിടെ 6 പേര് വേണ്ടി നിങ്ങൾക്ക് ചേർക്കാം, നിങ്ങളെ ഈ കല്യാണ സദ്യയിലേക്ക് ക്ഷണിച്ചപ്പോൾ എന്തെല്ലാം എക്സ്ക്യൂസസ് പറഞ്ഞ ആളുകളാണ് നിങ്ങൾ. ജോലിക്കാര്യം പറഞ്ഞ് ദേവാലയത്തിലെ ആരാധന ഉപേക്ഷിച്ചവരല്ലേ? ബിസിനസ് കാര്യം പറഞ്ഞ് ആരാധന ഉപേക്ഷിച്ച ആളുകളില്ലേ? കല്യാണവും അതുപോലെയുള്ള കൂട്ടായ്മകളും പറഞ്ഞ് ദേവാലയത്തിലെ ആരാധന ഉപേക്ഷിച്ചവരില്ലേ? ഓർക്കുക, നീ യോഗ്യനായില്ലെങ്കിലും ദൈവം തമ്പുരാൻ തന്റെ ഉദ്ദേശം നിവർത്തിക്കും. അവിടെ എഴുതിയിരിക്കുന്ന വാചകം എന്താണ്? ദ ബാങ്ക്വറ്റ് ഹാൾ ഈസ് ഫുൾ. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വാക്യം 11, വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നു. ഒരു കാര്യം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് ദാസന്മാരാണ്. ക്ഷണിക്കാൻ വന്നത് വിവിധ ദാസന്മാർ. പ്രവേശന കവാടത്തിൽ പരിശോധന നടത്തുന്നത് മറ്റ് ദാസന്മാർ. എന്നാൽ സദ്യ ആരംഭിക്കും മുമ്പ് രാജാവ് വരും പരിശോധനയ്ക്ക്. രാജാവിന്റെ കണ്ണ് സകലരെയും പരിശോധിക്കും. ഇവിടെ ക്ഷണിക്കാൻ വന്നവർക്കൊന്നും ഒരു പ്രസക്തിയില്ല കേട്ടോ. കാരണം ക്ഷണിക്കാൻ വരുന്ന ദാസന്മാരൊക്കെ ചിലപ്പോൾ പ്രലോഭനത്തിൽ വീഴാൻ സാധ്യതയുള്ളവരാണ്. എന്നാൽ രാജാവ് മുഖഭക്ഷയില്ലാത്ത ആളാണല്ലോ. രാജാവ് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് കിട്ടിയ ഈ രാഷ്ട്രപതി ഭവനിലെ ഇൻവിറ്റേഷനിലെ ഒരു പോയിന്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഓൺ അറൈവൽ ഓഫ് ദ പ്രസിഡന്റ് there will be a fanfare. All invitees are requested to remain standing during the fanfare and at the time of president's departure. പ്രസിഡന്റ് വരുമ്പോൾ
ഒരു കാഹള ശബ്ദം കേൾക്കും. കാഹള ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. പ്രസിഡന്റ് ഇറങ്ങിപ്പോകുമ്പോഴും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഇത് നമ്മെ വലിയ ഒരു പാഠം പഠിപ്പിക്കുന്നില്ലേ? രാജാതി രാജാവ് മടങ്ങി വരുമ്പോൾ കാഹളനാദം കേൾക്കും. കാഹളനാദം കേൾക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. യു ഹാവ് ടു സ്റ്റാൻഡ് അപ്രൈറ്റ്. യു കനോട്ട് സിറ്റ്, യു കനോട്ട് ഹൈഡ്. യു ഹാവ് ടു സ്റ്റാൻഡ് സ്ട്രൈറ്റ്. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇതാ ഇവിടെ കല്യാണ വസ്ത്രമില്ലാത്ത ഒരുത്തൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിലേക്ക് വിളിക്കാൻ ദൈവം നമ്പുരാൻ ദാസന്മാരെ കാലാകാലങ്ങളിൽ അയച്ചിട്ടുണ്ട്. അവരുടെ ജോലി കല്യാണ സദ്യയിലേക്ക് ക്ഷണിക്കുക മാത്രമാണ്. യാതൊരു അർഹതയും ഇല്ലാത്തവനെയും ക്ഷണിക്കാൻ ദൈവം തന്റെ ദാസന്മാരെ അയച്ചിട്ടുണ്ട്. ഞാനും 3.5 വർഷം നിങ്ങളെ കല്യാണ സദ്യക്ക് ക്ഷണിച്ച ആളാണ്. വരൂ വരൂ എന്ന് പറഞ്ഞതാണ്. പക്ഷേ അവസാന സദ്യ വിളമ്പുമ്പോ എനിക്കോ നിങ്ങളെ വിളിച്ച മറ്റാർക്കോ, ഇപ്പൊ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഷിബി അച്ഛനോ ബിനു അച്ഛനോ യാതൊരു റോളും ഇല്ല. അവിടെ രാജാവ് വരും പരിശോധിക്കാൻ. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങൾ ആരെങ്കിലും അവിടെ നിന്നാൽ ഒരു പക്ഷേ നിങ്ങളെ ആരെയെങ്കിലും കാണുമ്പോൾ ആന്റി അല്ലേ, ആന്റി അങ്ങ് കയറിക്കാട്ടെ എന്ന് പറഞ്ഞേക്കാം. പക്ഷെ അത് ദൈവം അനുവദിക്കില്ല. ഇങ്ങനെ രാജാവ് അകത്ത് വന്നപ്പോൾ, വാക്യം 12, ഒരുത്തൻ കല്യാണ വസ്ത്രമില്ലാതെ അവിടെ ഇരിക്കുന്നു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ എന്നവനോട് ചോദിക്കാണ്. ആ വിളി ശ്രദ്ധിച്ചോ? സ്നേഹിത, ഈ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ? അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഭയങ്കരമാണ്. അവന് വാക്ക് മുട്ടിപ്പോയി. ഭയങ്കരമായൊരു സംഭവം അല്ലേ? യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ വഴി കണ്ടവനെ എല്ലാം കൂട്ടിക്കൊണ്ടു വന്നിട്ട് കല്യാണ വസ്ത്രമില്ലാത്തതിന് കുറ്റപ്പെടുത്തുന്നു. പിന്നെ അവൻ രാവിലെ ഇറങ്ങിയപ്പോ ഒരു ജോഡി കല്യാണ വസ്ത്രം കൊണ്ടല്ലേ തെണ്ടാൻ ഇറങ്ങിയത്. എന്നാൽ ആ വഴിയിൽ നിന്ന് അവനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പറയാണ് കല്യാണ വസ്ത്രം ഇല്ല. എന്തൊരു അന്യായമാണ് അല്ലേ ഈ രാജാവ് ചെയ്തത്? വെറുതെ വഴിയിരുന്നവനെ വിളിച്ചകത്ത് കൊണ്ടുവന്നിട്ട് രാജാവ് വന്ന് പറയാണ് കല്യാണ വസ്ത്രം ഇല്ലെന്ന്. അപ്പൊ ഒരു മറുചോദ്യം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചോദിക്കുന്നവർക്ക് ഒരു മറുചോദ്യം. ഇവൻ മാത്രമല്ലല്ലോ വഴിത്തലയ്ക്കെന്ന് കല്യാണത്തിന് വന്നത്. വന്നവരെല്ലാം പെരുവഴികളിൽ ഇടവഴികളിൽ നിന്ന് വന്നവരല്ലേ. അവർക്കല്ലേ എവിടുന്ന് കിട്ടി കല്യാണ വസ്ത്രം? അവരെല്ലാം രാവിലെ ഒരു ജോഡി കല്യാണ വസ്ത്രം ഒരുക്കി സഞ്ചിക്കകത്ത് വെച്ചോണ്ടാന്നോ വഴി പോയിരുന്ന് ധർമ്മം ചോദിച്ചത്? അല്ലെങ്കിൽ വഴിത്തലയ്ക്ക് പോയി വെറുതെ ഇരുന്നത്? ഇവൻ ഒഴികെ ബാക്കി എല്ലാവർക്കും എവിടുന്ന് കിട്ടി കല്യാണ വസ്ത്രം? ഉത്തരം ലളിതമല്ലേ. രാജവിരുന്നിലേക്ക് ക്ഷണിക്കുമ്പോൾ വിളിച്ചവന്റെ പ്രൗഢിക്കനുസരിച്ച് വിരുന്നിൽ പങ്കെടുക്കാനുള്ള വസ്ത്രവും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം ഇവരെ എല്ലാം വഴിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് രാജാവിന്റെ പ്രൗഢിക്കനുസരിച്ച് ഈ കല്യാണശാലയിൽ പ്രവേശിക്കാൻ ആവശ്യമായ വസ്ത്രങ്ങളും അവിടെ ക്രമീകരിച്ചു വെച്ചിരുന്നു. അത് പ്രവേശന കവാടത്തിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണല്ലോ മറ്റെല്ലാവർക്കും കിട്ടിയത്. ഒരു രാജകീയ വിരുന്നിന് ക്ഷണം ലഭിച്ചാൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതായത് ആ രാജവിരുന്നിന് ചേർന്ന രീതിയിലല്ല ഇവൻ അവിടെ ഇരുന്നത് എന്ന് വ്യക്തം. അതാണല്ലോ കല്യാണ വസ്ത്രം ഇല്ല എന്ന് പറയാൻ കാരണം. ഒരു രാജകീയ വിരുന്നിന് ക്ഷണം ലഭിച്ചാൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പോകുന്ന സ്ഥലത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കണം. എല്ലാ പ്രധാന ചടങ്ങുകൾക്കും അങ്ങനെയല്ലേ? അമേരിക്കയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പോകുന്ന ചടങ്ങിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണല്ലോ നമ്മൾ വസ്ത്രം ധരിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു 50 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്മച്ചിമാരൊക്കെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ
എന്തൊരു വെപ്രാളമാണ്. അയൽപക്കത്ത് പോയി ഒരു മാല കടം വാങ്ങിച്ച് ആ മാലയൊക്കെ ഇട്ട്, കാരണം ഒരു കല്യാണത്തിന് മുമ്പ് അതിന്റെ പ്രൗഢിക്ക് അനുസരിച്ച് പോകണമല്ലോ. സ്വന്തം കയ്യിലില്ലെങ്കിലും അയൽക്കാരനെ നിന്ന് വാങ്ങിച്ച് അമ്മമാര് തോളെ മാല ഇട്ടുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ മിക്കപേരും കണ്ടിട്ടുണ്ട്. നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെയാ ചെയ്തിട്ടുള്ളത്. കാരണം പോകുന്ന ചടങ്ങിനെ കുറിച്ച് ഒരു ബോധം വേണം, എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിശ്ചയം വേണം. അതിനനുസരിച്ചാണ് ഈ ഒരുങ്ങി ഈ സ്ഥലത്തോട്ടൊക്കെ പോകേണ്ടത്, അല്ലെ? ഏത് പ്രോഗ്രാമിനും, നല്ല പ്രോഗ്രാമിനാകുമ്പോൾ ഡ്രസ് കോഡിനെ കുറിച്ച് നോട്ടീസ് പറയുമല്ലോ. ഞാൻ പ്രിൻസ്റ്റണിൽ പഠിച്ച ആളാണ്, നിങ്ങൾക്ക് പ്രിൻസ്റ്റണിൽ പഠിക്കുന്ന സമയത്ത് പ്രസിഡന്റിന്റെ വക ഒരു റിസപ്ഷൻ പാർട്ടി ഉണ്ടാവും. ഏത് കോഴ്സ് തുടങ്ങുന്നതിനും യൂണിവേഴ്സിറ്റി പ്രസിഡന്റിന്റെ വക റിസപ്ഷൻ. ആ റിസപ്ഷന് നോട്ടീസ് തരുമ്പോൾ താഴെ എഴുതി വെച്ചിട്ടുണ്ടാവും ഡ്രസ് കോഡ് എന്താണ് എന്ന്. ആ പ്രസിഡന്റിന്റെ പ്രൗഢിക്കനുസരിച്ച് ഡ്രസ്സ് ധരിച്ച് വേണം ചെല്ലാൻ. മാത്രമല്ല, ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 4ാമത്തെ ഐറ്റം, ഐറ്റംസ് സച്ച് ആസ് ഹാൻഡ് ബാഗ്സ്, ക്യാമറാസ്, അംബ്രല്ലാസ്, പേജർ, സെല്ലുലർ ഫോൺ എക്സെട്ര ആർ നോട്ട് ടു ബി ക്യാരിഡ് ഇൻസൈഡ്. കൃത്യമായി എഴുതിയിട്ടുണ്ട്. പ്രസിഡന്റിന്റെ വീട്ടിൽ, രാഷ്ട്രപതി ഭവനിൽ പാർട്ടിക്ക് ചെല്ലുമ്പോൾ നിന്റെ മൊബൈൽ ഫോണും നിന്റെ ബാഗും നിന്റെ കൊടയും വടിയും ഒന്നും കൊണ്ടുചെല്ലാൻ പാടില്ല. ദൈവരാജ്യത്തിലെ സദ്യക്ക് ക്ഷണിക്കുമ്പോഴും നിന്റെ മൊബൈൽ ഫോണും നിന്റെ തരികിട സാധനങ്ങളും നിന്റെ സാധനങ്ങളും കൊണ്ട് നീ പോകാൻ പാടില്ല. ഈ 4ാമത്തെ പോയിന്റ് മാർത്തോമാക്കാര് ശരിക്കും വായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം, ഇന്ന് മിക്ക പള്ളികളിലും, കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും മിക്ക പള്ളികളിലായാലും ഒരു നോട്ടീസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്തോന്നറിയാമോ? പണ്ട് പാദരക്ഷകൾ പുറത്തിടുക എന്നായിരുന്നു എഴുതി വെച്ചിരുന്നത്. ഇപ്പൊ എന്തോന്നറിയാമോ? നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇതൊരു കഷ്ടമാണ്, ഇതൊരു ഗതികേടാണ്. ഇതുപോലെ കോമൺ സെൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വർഗം നമ്മൾ മാത്രമാണ്. ദേവാലയത്തിൽ കല്യാണ സദ്യക്ക് പങ്കെടുക്കാൻ പോകുമ്പോഴും മൊബൈൽ ഫോണും പോക്കറ്റ് ഇട്ടുകൊണ്ട് ഓൺ ആക്കിയിട്ടിട്ട് അങ്ങ് പോവാണ്. അത് മാത്രമല്ല, അടിക്കുമ്പോൾ ഉടനെ എടുത്ത് ഹലോ എന്നങ്ങ് വിളിച്ചേക്കാണ്. ഞാൻ ചില സ്ഥലത്തൊക്കെ കൺവെൻഷന് പോയിന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. സങ്കടപ്പെടുക മാത്രമല്ല, ഞാൻ എന്റെ വായി വരുന്നത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യമായി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും മുമ്പിലിരിക്കുന്ന ഒരു അമ്മാമ ഫോൺ എടുത്ത് ഹലോ എന്താടി, നീ എവിടാ പോകുന്നതെന്ന് ബോധമില്ലാത്തത് കൊണ്ടാണ്. കല്യാണശാലയിലേക്ക് വിളിക്കുമ്പോൾ, രാജകുമാരന്റെ കല്യാണ സദ്യയിലേക്ക് ക്ഷണിക്കുമ്പോൾ നീ എവിടെയാണ് പോകുന്നത് എന്ന് ബോധം വേണം. നമ്മൾ പള്ളിയിൽ കാണിച്ചു വെക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ്? ചിലരുടെ ഫോൺ പോക്കറ്റിട്ട് കുർബാനയ്ക്ക് വന്ന് തുറക്കുമ്പോഴും പോക്കറ്റിൽ ഇരുന്ന് ഫോൺ അടിക്കുന്നവനെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടാ പോകുന്നതെന്നറിയാമോ? ബോധമില്ലാത്തതുകൊണ്ടാണ്. എവിടെയാണ് പോകുന്നത് എന്ന് ബോധം വേണം. ഈ ബോധമില്ലായ്മയാണ് നമ്മളെയൊക്കെ ഈ കല്യാണശാലയ്ക്ക് പുറത്താക്കി കളയാൻ കാരണം. അപ്പോൾ ഈ സ്നേഹിതൻ കല്യാണ വസ്ത്രമില്ലാതെ എങ്ങനെ വന്നതായിരിക്കും? ഞാനിന്ന് ഇമാജിൻ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് കല്യാണം നടന്നുകൊണ്ടിരുന്ന നമ്മുടെ വീട്ടുമുറ്റത്ത് പന്തലൊക്കെ ഇട്ട്, അല്ലേ, ഒരു കയറുമൊക്കെ വലിച്ചു കെട്ടി അതിലിങ്ങനെ മുണ്ടുമൊക്കെ കെട്ടി തൂക്കിയിട്ടാണല്ലോ പണ്ട് കല്യാണമൊക്കെ. ഇപ്പോഴല്ലേ വലിയ ഓഡിറ്റോറിയം ഒക്കെ വന്നത്. പണ്ട് അങ്ങനൊന്നും അല്ലായിരുന്നു. അപ്പൊ ഈ വൈകുന്നേരം അത്താഴ സദ്യ ഉണ്ട്, പിറ്റേ ദിവസത്തെ കല്യാണത്തിന് മെയിൻ സദ്യ ഉണ്ട്. ഈ സമയത്തൊക്കെ നമുക്ക് നാട്ടിൽ ചടങ്ങുണ്ട്. മുമ്പിൽ ഇങ്ങനെ ചോറ് വെച്ച വലിയ ചെമ്പിനകത്ത് വെള്ളം നിറച്ച് ചിരട്ടയൊക്കെ ഇട്ട് കൈ കഴുകി അകത്ത് കയറുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഞാനും എന്നെ പോലെ ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ബിരുദന്മാരും ഈ ക്യൂ നിൽക്കാതെ ഈ മുണ്ടും പൊക്കെ അകത്ത് കയറിയത് ഓർമ്മയില്ലേ? കല്യാണശാലയിൽ ഇതുപോലെ കയറി വന്ന ഇവനും. എല്ലാവരും വരുന്നിടത്ത് കല്യാണ വസ്ത്രം ധരിച്ച് അകത്ത് കയറി വരാൻ അവസരം ഉണ്ടായിരിക്കെ ഇവൻ വേറെ വഴിയായി കയറി വന്നവനാണ്. ഇങ്ങനെ ഒരുപാടെണ്ണം കള്ളവിസ ഒപ്പിച്ചിരിപ്പുണ്ട്. പക്ഷെ നീ ഓർത്തില്ല, നിന്നെ സൃഷ്ടിച്ച ദൈവം തമ്പുരാനാണ് നിന്നെ പരിശോധിക്കാൻ വരുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കണമെങ്കിൽ വളരെയധികം റിക്വയർമെന്റ്സ് പൂർത്തിയാക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്.
നമ്മൾ വ്യാജ ഏജന്റന്മാരിൽ നിന്നും വ്യാജ വിസ സംഘടിപ്പിച്ചാൽ ഒരു കാരണവശാലും സ്വർഗരാജ്യത്തിൽ എത്തിപ്പറ്റാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരുപാട് പേര് കണ്ട കുട്ടി ദൈവങ്ങളുടെ കയ്യിൽ നിന്ന് വ്യാജ വിസ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ല, ദൈവം തമ്പുരാൻ വരും നിന്നെ പരിശോധിക്കാൻ. പ്രിയപ്പെട്ടവരെ, എന്താണ് കല്യാണ വസ്ത്രം? ഞാനൊരു അനാലജി നിങ്ങളോട് പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ കുർബാനയെക്കുറിച്ച് കമ്പയർ ചെയ്താണല്ലോ കല്യാണ സദ്യയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. കർത്താവ് പറഞ്ഞ ഓർമ്മയില്ലേ, ഞാൻ വരുന്നത് വരെ നിങ്ങളിത് തുടരണം എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടാ പോയത്. ഞാൻ മടങ്ങി വരുന്നത് വരെ നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. സ്വർഗാരോഹണം ചെയ്ത് പോയപ്പോൾ കർത്താവ് ഒരു വാചകം കൂടെ പറഞ്ഞിട്ടാ പോയത്. ഓർമ്മയുണ്ടോ അത്? ഇനി നമ്മൾ ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുന്നത് വരെ ഞാൻ ഇനി ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കയില്ല എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇത് സ്വർഗരാജ്യത്തിലെ വലിയ സദ്യയ്ക്ക് വേണ്ടിയുള്ള പ്രീ ടേസ്റ്റ് ആണ്. ഒരുമിച്ച് വീണ്ടും സ്വർഗത്തിൽ സദ്യക്കിരിക്കാമെന്ന വലിയ പ്രതീക്ഷയിലാണ് കർത്താവ് നമ്മെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു പോയത്. അങ്ങനെയാണെങ്കിൽ ഈ കുർബാനയുമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കല്യാണ വസ്ത്രത്തെ ഒരു അനാലജി ഉപയോഗിച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് അവസാനിപ്പിക്കാം. ഞാൻ ഈ കല്യാണ വസ്ത്രത്തെ വിശുദ്ധ കുർബാനയ്ക്ക് പുരോഹിതൻ അണിയുന്ന കാപ്പായോട് ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. മദ്ബഹായിൽ കയറുന്ന ആളുകൾക്കെല്ലാം അറിയാമല്ലോ ഈ കാപ്പായുടെ സെറ്റപ്പ്. പുറത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ എല്ലാവർക്കും ഒന്നും അറിയില്ലായിരിക്കും. എന്നാലും പല പീസുകളാണ് നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാപ്പ എന്ന് പറയുന്നത്. പല പീസുകളാണ്. അത് ധരിക്കുന്നതിന് ഒരു ചടങ്ങുണ്ട്. അത് ആദ്യം ഇടേണ്ടതുണ്ട്. അങ്ങനെ ഓർഡറിലാണല്ലോ ഈ കാപ്പ ധരിക്കുന്നത്. ഞാനതിന്റെ ഓർഡർ ഒന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാവും. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒരുങ്ങുന്ന പുരോഹിതൻ ആദ്യം ഒരു നെടുങ്കൻ ഷീറ്റ് പോലെ ഒരു സാധനമാണ് എടുത്തിടുന്നത്. അറിയാമല്ലോ, ഞാനിപ്പോ അതിന്റെ പേരൊന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതിന്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും ഉപയോഗിക്കാൻ ആഗ്രഹിക്കും, നിങ്ങളെ മനസ്സിലാക്കിയാൻ വേണ്ടി മാത്രം. നെഞ്ചോട് ചേർത്ത് ഒരു പീസ് തുണിയാണ് ആദ്യം ഇടുന്നത്. ഇങ്ങനെ പുറകോട്ടിട്ടിട്ട് നെഞ്ചോട് ചേർത്ത് ഇത്രയും വീതിയുള്ള ഒരു തുണി താഴെ അറ്റം വരെ ഇട്ടേക്കും. ഞാൻ അതിനെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? അത് നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തിയ മാതാപിതാക്കളാണ്. ഒരു അനാലജിയാണ്, ലിറ്ററലി വ്യാഖ്യാനിച്ച് കളയരുത്. വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരാശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്ന പുരോഹിതന്റെ വേഷത്തെയാണ് കമ്പയർ ചെയ്യുന്നത്. അദ്ദേഹം ആദ്യം ധരിക്കുന്ന ഈ ബ്രസ്റ്റ് പ്ലേറ്റ്, അത് തന്റെ നെഞ്ചോട് ചേർത്ത് ധരിക്കുന്ന ഈ പീസ് ആയതുകൊണ്ട് ഞാൻ പറയുന്നു, അത് നമ്മെ നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തിയ നമ്മുടെ മാതാപിതാക്കളാണ്. അത് കഴിയുമ്പോൾ ഒരു ഇടക്കെട്ട് കിട്ടും. അതെന്താണ്? നമ്മോട് കൂടെ ദൈവം തമ്പുരാൻ കൂട്ടിച്ചേർത്ത നമ്മുടെ സഖിയെ അല്ലെങ്കിൽ സഖാവിനെയാണ്. പുരുഷന്മാരാണെങ്കിൽ നിങ്ങളോടുകൂടെ ദൈവം ഇടയ്ക്ക് കെട്ടിച്ചേർത്ത നിങ്ങളുടെ ഭാര്യ. സ്ത്രീകളാണെങ്കിൽ നിങ്ങളോട് ദൈവം തമ്പുരാൻ കെട്ടിച്ചേർത്ത നിങ്ങളുടെ ഭർത്താവ്. കാപ്പാതിരിക്കുന്ന അച്ഛന്മാരോട് ചോദിക്കൂ, ഞാൻ ഈ പറഞ്ഞതെല്ലാം കറക്റ്റാണോ എന്ന്. ആദ്യത്തേത് നെഞ്ചോട് ചേർത്തിരുന്ന പീസ്, അതെന്റെ മാതാപിതാക്കളാണ്. രണ്ടാമത് ഇടക്കെട്ടാണ് കെട്ടുന്നത്, അത് എന്നോടൊപ്പം ദൈവം കൂട്ടിച്ചേർത്ത എന്റെ ആളാണ്. പിന്നെ ഇടത്തെ കയ്യുറയിലാണ് കയറ്റിയിടുന്നത്. ഇടത്തെ കയ്യിൽ ഒരു കയ്യുറ കയറ്റിയിടും, അത് എന്റെ സഹോദരങ്ങളാണ്. അത് കഴിഞ്ഞ് വലത്തെ കയ്യിൽ ഒരു കയ്യുറ കയറ്റിയിടും, അത് എന്റെ മക്കളാണ്. ഇത് കഴിയുമ്പോഴാണ് കാപ്പ വലിയ തുണിയെടുത്ത് ഇങ്ങനെ പുറത്തൂടെ വീശി പുറമിടും. ഇങ്ങനെയാണ് ആ കാപ്പായുടെ തുണി എടുത്തിടുന്നത്. നമ്മുടെ സമൂഹമാണ്. ഇനി ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുക. കല്യാണ വസ്ത്രം ഇതാണ്. ഒന്ന് ഇമാജിൻ ചെയ്യുക. എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തിയ എന്റെ അപ്പനും അമ്മയും, എന്റെ ജീവിതയാത്രയിൽ എന്നോടൊപ്പം ഇടക്കെട്ട് കെട്ടി എന്റെ കൂടെ ചേർത്ത എന്റെ സ്നേഹിതയായിരിക്കേണ്ട ആളാണ്. എന്നോടൊപ്പം ദൈവം ഭൂമിയിലേക്ക് അയച്ച എന്റെ സഹോദരങ്ങൾ, ദൈവം തമ്പുരാൻ എനിക്ക് തന്ന എന്റെ മക്കൾ, ദൈവം തമ്പുരാൻ എന്നെ ആക്കി വെച്ച എന്റെ സമൂഹം. ഇതാണ് കല്യാണ വസ്ത്രം. ഇങ്ങനെയാണ് കല്യാണ വസ്ത്രമെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മളെ പരിശോധിക്കുമ്പോൾ
ഈ എല്ലാ പീസും കൃത്യമായി അതാത് സ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏറ്റവും സങ്കടകരമായ കാര്യം, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർ വ്യാജ ഏജന്റന്മാരിൽ നിന്നും വ്യാജ വിസ സംഘടിപ്പിച്ച് കാത്തിരിപ്പുണ്ട് എന്നറിയുക. പ്രിയപ്പെട്ടവരെ, അറിയുക, ദൈവരാജ്യത്തിൽ കുറുക്കുവഴികളില്ല. അവന് വാക്ക് മുട്ടിപ്പോയി. എന്താ കാരണം? ഈ കല്യാണ വസ്ത്രം നൽകിയത് രാജാവാണല്ലോ. ഇതേ രാജാവാണല്ലോ പരിശോധിക്കുന്നത്. ഏജന്റന്മാരായിരുന്നെങ്കിലോ? എന്റെ മാതാപിതാക്കളെ എനിക്ക് തന്നത് എന്റെ ദൈവമല്ലേ? എന്റെ ദൈവത്തിന് അറിയില്ലേ? എന്നെ പരിശോധിക്കുന്ന ദൈവം തമ്പുരാൻ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കണം. ഒരഭ്യാസവും നടക്കുകയില്ല. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ എന്നോടൊപ്പം ഉണ്ടോ? എന്റെ മാതാപിതാക്കളെ ഞാൻ വേണ്ട പോലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്റെ സഹധർമ്മിണിയോടുള്ള എന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? എന്റെ സഹോദരങ്ങളോട്, എന്റെ മക്കളോട്, എന്റെ സമൂഹത്തോട്? പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. കർത്താവ് ഈ രാത്രി വന്ന കാഹളനാദം കേട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ കല്യാണ വസ്ത്രത്തിന്റെ ഏത് പീസാണ് ഇല്ലാത്തത് എന്ന് ഓർക്കുക. നിങ്ങളുടെ കല്യാണ വസ്ത്രം പൂർണ്ണമായി നിങ്ങൾക്കുണ്ടോ? അതോ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അംശം മിസ്സിംഗ് ആണോ? ആണെങ്കിൽ ദൈവം ചോദിക്കും, സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് വന്നത് എങ്ങനെയാണ്? അവിടെ എഴുതി വയ്ക്കുന്ന വാചകം ശ്രദ്ധിച്ചോ? അവന് വാക്ക് മുട്ടിപ്പോയി, മിണ്ടാനാവാതെ നിൽക്കുകയാണ്. എന്ത് സംഭവിച്ചു? വാക്യം 13, അവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളഞ്ഞു. ഒരിക്കലും അഴിക്കാനാവാത്ത വിധം കെട്ടി അവനെ ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. ഫ്രം വെയർ ഹി കെയിം. സൂത്രത്തിൽ സ്വർഗത്തിൽ പോകാമെന്ന് ധരിച്ചവന് കരച്ചിലും പല്ലുകടിയും ഉണ്ടായി എന്നാണ്. വാക്യം 14, വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നാം എല്ലാം ക്ഷണിക്കപ്പെട്ടവരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കല്യാണ വസ്ത്രത്തിന്റെ ഏത് പീസാണ് ഇല്ലാത്തത്? ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി. നിന്റെ കല്യാണ വസ്ത്രത്തിന്റെ ഏത് അംശമാണ് നിനക്ക് നഷ്ടപ്പെട്ടത്? നിന്റെ മാതാപിതാക്കളാണോ? നിന്നോടൊപ്പം ദൈവം കൂട്ടിച്ചേർത്ത നിന്റെ ഇണയാണോ? നിന്റെ സഹോദരങ്ങളാണോ? നിന്റെ മക്കളാണോ? നിന്റെ സമൂഹമാണോ നിന്റെ കൂടെ ഇല്ലാത്തത്? നിന്റെ കല്യാണ വസ്ത്രത്തിന്റെ ഏത് പീസാണ് ഇല്ലാത്തത്? നമുക്ക് ആത്മശോധന ചെയ്യാം. കല്യാണ വസ്ത്രമില്ലാത്തവനെ കൈയും കാലും കെട്ടി ദൈവം തമ്പുരാൻ പുറത്ത് എറിഞ്ഞു കളയും. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, കർത്താവ് മടങ്ങി വന്ന് സ്വർഗരാജ്യത്തിന് സദ്യക്കിരിക്കുമ്പോൾ നമ്മളെല്ലാവരും കല്യാണ വസ്ത്രം ധരിച്ചവരായി അവിടെ ഉണ്ടായിരിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് വീണ്ടും അവിടെ കർത്താവിനോട് ചേർന്ന് രാജകുമാരന്റെ സദ്യയിൽ പങ്കെടുക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.